നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്ന നിധിയുടെ സംഹാര താണ്ഡവമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും കാലം നിധിക്ക് കുടുംബത്തോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒടുവിൽ അവർ തന്നെയായിട്ട് അത് ഇല്ലാതാക്കുവാണ് നിധിയുടെ കുടുംബക്കാര്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു നിധിക്ക് സർട്ടിഫിക്കറ്റ് വേണം, സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ കാര്യമുള്ളൂ, തനിക്ക് ജോലിക്ക് ചേരാൻ പറ്റുള്ളൂ എന്നൊക്കെ നിധിക്ക് മനസ്സിലായി. അങ്ങനെ സാന്ദ്ര വിളിച്ചിട്ട് നിധിയോട് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാണ് വീട്ടിലേക്ക്. അതവര് ട്രാപ്പായിരുന്നു. സാന്ദ്രയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് ഹേമ. വീട്ടിൽ വരുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാന്ന് പറയാനൊക്കെ. അങ്ങനെ വരുന്ന നിധിയെ അവിടെ പിടിച്ചു നിർത്താനായിരുന്നു അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. പിന്നീട് നിധി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സുധീഷിന് നല്ല ടെൻഷനാ. ദൈവമേ, ഇവിടെ പോയിട്ടുണ്ട് എങ്ങനെയാവും, ഇവിടെ അവിടെ പിടിച്ചു നിർത്തുമെന്നൊരു പേടി. ഒടുവില് സുധീഷ് സുഭാഷിനോട് ഈ കാര്യം പറയണേ, എനിക്ക് നല്ല പേടിയുണ്ട് ഏട്ടാ, എന്തൊക്കെ സംഭവിക്കുന്നു. ഒടുവില് പറഞ്ഞു നീ എന്നാ പോകാൻ പറയണം, പക്ഷെ സുധീഷ് പോയിട്ടുണ്ടെ പ്രശ്നം ഗുരുതരമാവും. നിധി പറഞ്ഞു വേണ്ട, സുധീഷ് വരണ്ടെന്ന് പറയണം. ഒടുവില് നികേഷ് വെറുതെ ഇരിക്കുമല്ലേ, നികേഷിനോട് പോകാൻ പറയണം. നികേഷിന് സന്തോഷമായിരുന്നു നിധിയോടൊപ്പം പോകുന്നതിൽ. വീട്ടിൽ വെറുതെ ഇരിക്കുക, നിധി ചേച്ചിയോടൊപ്പം പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകാമല്ലോ, ഒരു കൂട്ടും ആയല്ലോ, വെറുതെ വീട്ടിൽ ഇരിക്കാൻ വേണ്ട എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ നിധി നികേഷും കൂടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് പോവാണ്. പോകുന്ന സമയത്ത് സുധീഷിന് നല്ല ടെൻഷനായിരുന്നു, എങ്ങനെയാവും എന്താവും ഓർത്തുണ്ട്. അങ്ങനെ അവരൊരു ഓട്ടോയ്ക്ക് കയറിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നിധിയോട് നികേഷ് ചോദിക്കുകയും ചെയ്തു, ചേച്ചി ഈ സർട്ടിഫിക്കറ്റ്സ് അത് എവിടുന്നാ വീട്ടിൽ പോയി വാങ്ങിക്കണോ അതോ ഇനിയിപ്പം എങ്ങോട്ടെങ്കിലും കൊണ്ടുവരുമോയെന്ന് ചോദിക്കുകയാണ്. നിധി പറഞ്ഞു വീട്ടിലേക്ക് പോകേണ്ട കാര്യം വരത്തില്ല, സാന്ദ്രേച്ചി പറഞ്ഞത് എവിടെയെങ്കിലും വെച്ച് തരാന്നാ പറഞ്ഞത്. വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാണും, അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, അപ്പം അതുകൊണ്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി. ആ സമയം സുധീഷിന് ഭയങ്കര ടെൻഷൻ. ദൈവമേ, നിധി പോയിട്ട് തിരികെ വരുമോ എന്തോ, വന്നില്ലെങ്കിൽ തൻ്റെ കാര്യം തീർന്നു എന്നൊരു ചിന്തയായിരുന്നു. ഒടുവില് സുധീഷ് നേരെ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുക. ഇന്ന് വരെ വർക്ക്ഷോപ്പിൽ പോകാത്ത സുധീഷ അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നേ. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹരീഷ് ചോദിച്ചു, ആഹാ ഇതെന്തൊരു അത്ഭുതം, ഇതെന്ത് പറ്റി ഈ വഴിക്കൊക്കെ, ഇങ്ങനെയൊന്നും വരാറ് പോലും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അതെ എനിക്കെന്തോ വീട്ടിൽ നിന്നിട്ട് ഭയങ്കര ടെൻഷൻ. എന്തിന്? അല്ല നിധി നികേഷും കൂടെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ പോയിക്കല്ലേ, അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവളുടെ മനസ്സ് മാറ്റി അവളെ അവിടെ പിടിച്ചു നിർത്തുമെന്നൊരു പേടി. എന്തിന്? നിങ്ങളുടെ സ്നേഹം അത്രയ്ക്കുള്ളോ? അത്ര ദുർബലമായ സ്നേഹമാണോ? വീട്ടുകാരെ കണ്ടു കഴിയുമ്പോഴത്തേനും ആ പിന്നാലെ അങ്ങോട്ട് പോകുമോ? അപ്പം ഇത്രയും കാലം നിങ്ങൾ സ്നേഹിച്ച് വെറുതെ ആണോ? ഹരീഷിന് അറിയില്ലല്ലോ നിധി സുധീഷും കൂടെ കല്യാണം കഴിച്ച് എങ്ങനെയാന്ന്. അതൊക്കെ പറയുവാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് നല്ല ദേഷ്യമായി. നീ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങളുടെ സ്നേഹം അങ്ങനെയൊന്നും അല്ല, നല്ല സ്നേഹമെന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ടാണോ ഇത്ര പേടിക്കണേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവരവിടെ കിടന്ന് വഴക്കുണ്ടാക്കുക. വീട്ടിലേ വഴക്കാം, ഒടി വർക്ക്ഷോപ്പിൽ പോയി വഴക്കുണ്ടാക്കുക. സുധീഷ് പറഞ്ഞു, എടാ എനിക്ക് നല്ലൊരു കാണാൻ കൊള്ളാവുന്ന വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ കിട്ടിയതിൻ്റെ അസൂയല്ലടാ നിനക്കെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഹരീഷ് വിട്ടുകൊടുക്കുക. ഹരീഷ് പറഞ്ഞു, പിന്നെ വലിയ കേമായിപ്പോയി, ഒരു പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നാണം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഒടുവിൽ സുധീഷ് പറഞ്ഞു, ചേട്ടാ എനിക്ക് എൻ്റെ ടെൻഷനും കൂടി ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു പോകുന്ന, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ടെൻഷൻ കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ വീണ്ടും അവിടെ ചെന്ന് ഇറങ്ങുവാണ്. അപ്പോൾ എവിടെ ആ ടൗണിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നിധി സാന്ദ്രയെ വിളിക്കുകയാണ്. സാന്ദ്രയെ വിളിച്ചിട്ട്, ചേച്ചി എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കാൻ ഞാനിവിടെ എത്തിയെന്ന് പറയണം. അത് കേട്ടതും ഹേമ ഉണ്ടായിരുന്നു. ലൗഡ് സ്പീക്കർ ഇട്ടാ സാന്ദ്ര സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സാന്ദ്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ വീട്ടിലേക്ക് വരാൻ പറയണം. ഹേമയാണ് അങ്ങനെ പറയിപ്പിച്ചേ. വീട്ടിലേക്കാ? അതെ. അല്ല അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏട്ടനോ അച്ഛനോ കാണത്തില്ലേ, അവരൊന്നും ഇവിടെ ഇല്ല, നീ ഇങ്ങോട്ടേക്ക് പോരെ. അപ്പം അമ്മയോ? അമ്മയ്ക്കറിയാം, അമ്മ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്താന്നേ എന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് സംശയം കാര്യങ്ങളൊന്നും നിധിക്ക് തോന്നിയില്ല. സാന്ദ്ര ചതിക്കുന്നു അങ്ങനെ തോന്നലൊന്നും ഉണ്ടായില്ല. നികേഷിനോട് പറഞ്ഞു വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞേ. അല്ല ചേച്ചി, അവിടെ ചെന്നിട്ടുണ്ടെ പ്രശ്നമാവോ? ഓ പ്രശ്നമൊന്നും ആകത്തില്ല, സർട്ടിഫിക്കറ്റ് മേടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പോരാന്ന് പറഞ്ഞു. അതേസമയം സുഭാഷ് പണിയുന്നിടത്തേക്ക് സുധീഷ് എല്ലുവാണ്. സുഭാഷ് ചോദിച്ചു, എന്താടാ ഈ വഴിക്ക്? ചേട്ടാ എനിക്ക് നല്ല ടെൻഷനുണ്ട്, അവൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവളെ പിടിച്ചിരുത്തുവോന്ന് അവിടെ.
അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അല്ല, ആ വീട്ടുകാരുടെ സ്വഭാവം അറിയാലോ, അവര് ചിലപ്പോൾ അതല്ല അതിലപ്പുറം ചെയ്യും. നിധിയെ സ്വാധീനിച്ചിട്ട് നിധി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി തീരും? അവളിങ്ങോട്ടേക്ക് തിരികെ വന്നില്ലെങ്കിൽ എന്താ ഏട്ടാ ചെയ്യുന്നേ? നീ ഒന്ന് സമാധാനപ്പെട, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അങ്ങനെ പറഞ്ഞാലും സുഭാഷിന് എത്രത്തോളം ഉറപ്പില്ലായിരുന്നു തിരിച്ചു വരുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരുറപ്പില്ലായിരുന്നു. ഉടനെ സുധീഷിനോട് ചോദിച്ചു, നീ എന്തേലും കഴിച്ചോ? ഇല്ല ഏട്ടാ, എനിക്ക് കഴിക്കാനൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. പാവം സുഭാഷ് ആഹാരം കൊണ്ടുവന്നായിരുന്നു പണിസ്ഥലത്തേക്ക്. സുഭാഷ് ഒടുവിൽ തൻ്റെ ചോറെടുത്ത് സുധീഷിനും എടുത്തു. നീ കഴിച്ചോളാൻ പറയണ. വേണ്ട ഏട്ടാ, പട്ടിണി ഇരിക്കണ്ട, കഴിക്കാൻ പറയണം. സുധീഷ് ചിലപ്പോൾ കഴിക്കില്ല എന്ന് സുഭാഷിന് തോന്നി. അതുകൊണ്ടാണ്, അത്രയ്ക്ക് സ്നേഹമാണ് സുഭാഷിന് തൻ്റെ അനുജന്മാരോടൊക്കെ. അങ്ങനെ സുധീഷിനെ അവിടെ ഇരുത്തി കഴിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് നിധിയും നികേഷും കൂടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിച്ചു, ഇതാണോ വെച്ച് വീട്? അത് ഇതാന്ന് പറയണം. അങ്ങനെ ഗേറ്റ് തുറന്ന് രണ്ടുപേരും കൂടെ മുറ്റത്തേക്ക് ചെല്ലുമ്പോഴത്തേനും സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹേമയും സാന്ദ്രയും കൂടെ. സാന്ദ്ര ഇങ്ങനെ നിധിയെ കണ്ടപ്പോഴത്തേനും അങ്ങോട്ട് ചെന്നു. പക്ഷെ ഹേമ ഇങ്ങനെ മുഖം ഓർത്ത് നോക്കുക പോലില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. സാന്ദ്ര നിധിയോട് നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കണം. അതെ ചേച്ചി, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തരാന്ന് പറയണം. അല്ല അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അമ്മയ്ക്ക് നല്ല ദേഷ്യമാണെന്ന് തോന്നല്ലോ എന്നോട്. അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ സാന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നിധിക്ക് നല്ല പേടിയുണ്ട്. ഒടുവിൽ നിധി അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്, ഹേമയുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു അമ്മയെന്നും പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോഴേക്കും ഹേമ തലയുയർത്തി ഒന്ന് നോക്കി. അമ്മയ്ക്ക് സുഖമാണോന്ന് ചോദിച്ചു. ആ സമയത്ത് ഹേമ നോക്കി കഴിഞ്ഞപ്പോൾ നികേഷ് അവിടെ നിൽക്കുന്നുണ്ട്. അതാരാന്ന് ചോദിക്കുക. അത് നികേഷാന്ന് പറഞ്ഞു. നിന്റെ ആരാന്നാ ഞാൻ ചോദിച്ചേ. അത് കേട്ടപ്പം പെട്ടെന്ന് നിധി പറഞ്ഞു, അത് സുധീഷിന്റെ അനുജൻ നികേഷ. ആരാണെങ്കിലും ശരി ഗേറ്റിന് വെളിയിൽ നിൽക്കാൻ പറ. ഒരു നിമിഷം നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. നിന്നോടല്ലേ പറഞ്ഞത് അവനോട് ഗേറ്റിന് വെളിയിൽ നിൽക്കാൻ പറയാൻ. ആ സമയത്ത് നികേഷ് നിധിയുടെ അടുത്ത് വന്നിട്ട്, ചേച്ചി ഞാൻ പുറത്ത് നിന്നോളാം, ചേച്ചി കഴിയുമ്പോൾ ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പാവം പുറത്തേക്ക് പോയി നിൽക്കുകയാണ്. ഗേറ്റ് തുറന്ന് പുറത്ത് പോയി നിന്നിട്ട് അവിടെ ഗേറ്റ് അടച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം തന്നെ നിധി വരും, സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും നിധി പറഞ്ഞു, അമ്മ എൻ്റെ സർട്ടിഫിക്കറ്റ് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നിധിക്ക് സംശയം തോന്നിയില്ല. സാന്ദ്രയും ഹേമയും നിധിയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു കാഴ്ച കാണുന്നേ, അവിടെ രാജീവ് ഇരിക്കുന്നു. രാജീവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം നിധി ഒന്ന് ഞെട്ടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അരുണും അവിടെ നിൽക്കുന്നു. അപ്പം എല്ലാം പ്ലാൻ ചെയ്താണോ എന്നൊരു സംശയം നിധിയുടെ മനസ്സിലുണ്ട്. പക്ഷെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛനൊന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ രാജീവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? ശരീരമൊക്കെ ഓക്കെ ആയോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. സോറി അച്ഛാ, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, എന്ത് കാണിച്ചിട്ടാണ് നീ ക്ഷമ ചോദിക്കുന്നേ? നിനക്ക് എന്താടി ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത? നീ കാണിച്ചൊന്നും പെട്ടെന്ന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. നീ എന്തൊക്കെയാടി കാണിച്ചു കൂട്ടി വെച്ചേ? അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, ഞാൻ ക്ഷമ ചോദിച്ചല്ലോ, എനിക്ക് ആ സമയത്ത് അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഹേമ പറഞ്ഞു, എന്നാലും നീ അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. നീ കാരണം തല കുനിഞ്ഞു പോയതാ രാജീവേണ്ടേ. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, കമ്പനിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. നീ ഒറ്റയൊരുത്തി കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. നിധി പറഞ്ഞു, ഞാനാണോ അമ്മേ കാരണം? ഞാൻ ഇതിന് കാരണമാണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം ആലോചിക്കരുതെന്ന്, എന്നിട്ട് നിങ്ങൾ കല്യാണം ആലോചിച്ചു. അപ്പൊ പിന്നെ ആരാ കുറ്റക്കാര്? കല്യാണം ആലോചിക്കാതിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലായിരുന്നോ? അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയണം. അപ്പോഴേക്കും ഹേമ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറയണം. സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ലെന്നോ? എന്തൊക്കെയാ അമ്മ പറയണേ? ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. സാന്ദ്രേച്ചി വിളിച്ചോ പറഞ്ഞേ ഇങ്ങോട്ട് വരുവാണ്, സർട്ടിഫിക്കറ്റ് തരാമെന്നാണല്ലോ പറഞ്ഞേ, അതുകൊണ്ടാ വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവ് അങ്ങോട്ട് എഴുന്നേറ്റു. രാജീവ് എഴുന്നേറ്റ് പറഞ്ഞു, നിനക്ക് സർട്ടിഫിക്കറ്റ് വേണോ അല്ലേ? നീ കാരണം ഞാൻ എല്ലാവരുടെ മുന്നിൽ തല കുനിച്ചു. ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്ക് തലയുയർത്തി നോക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞങ്ങളൊക്കെ എത്രമാത്രം അപമാനിക്കപ്പെട്ടെന്നറിയാവോ? നിനക്ക് നല്ലൊരു ജീവിതമായിരുന്നു ഞങ്ങൾ കണ്ടെത്തിയത്, എന്നിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞ് നീ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. നിനക്ക് നാണമുണ്ട്? നീ അങ്ങനെ ചെയ്യുവോ? ഈ കുടുംബത്തിന് അന്തസ്സും അഭിമാനവും നീ കളഞ്ഞില്ലേ? നീ കാരണം ഈ കുടുംബം തകർന്നു പോയത്. അങ്ങനെ എല്ലാവരും കൂടെ ചുറ്റി നിന്ന് അരുണും ഹേമയും രാജീവിനും എല്ലാം കുറ്റം പറയാണ്. പക്ഷെ സാന്ദ്ര മാത്രം ഒന്നും മിണ്ടുന്നില്ല. സാന്ദ്രയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം താൻ നിധിയോട് ചെയ്തൊരു ചതിയാണ്.
അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇവർക്ക് ഇട്ടുകൊടുത്തു എന്നൊരു ചിന്ത സാന്ദ്രയുടെ മനസ്സിലുണ്ട്. അവൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയെങ്കിലും പോയി അവൾ ജീവിക്കും എന്നൊരു ചിന്ത സാന്ദ്രയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് രാജീവ് പറഞ്ഞു, നിനക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പോകുന്നില്ല. നിനക്ക് ജോലി വേണോ? ജോലി വേണോ, ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്. പക്ഷെ ആ കെട്ടിയ താലി പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം. നീ എങ്ങനെയാണോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതുപോലെ തന്നെ വേണം നീ ഇവിടെ തിരിച്ചു കയറാനായിട്ട്. നിന്റെ കഴുത്തിൽ ആ താലി കാണാൻ പാടില്ല. താലി ഇല്ലാതെ വേണം ഇവിടെ നിൽക്കാനായിട്ട്. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നിധി പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവാനിട്ട് വന്നൊന്നും അല്ല. അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു, നിന്നോട് അച്ഛൻ പറഞ്ഞു നിനക്ക് കേട്ടില്ലേ, നിനക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അരുണിന്റെ വായിന്ന് ആ കാര്യം വീഴുവാണ്. അരുൺ അറിയാതെ പറഞ്ഞു പോയതാണ്. അതെ, സൂര്യ ഇപ്പോഴും പോയിട്ടില്ല. അവൻ ഓസ്ട്രേലിയക്ക് മടങ്ങി പോകേണ്ടതാണ്. അവനെതിരായിട്ടും പോയിട്ടില്ല. അവന് ഇവിടെ തന്നെയുണ്ട്. നീ ആ താലിയും പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വാ, നിനക്ക് ഇനിയും ഒരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നിധിയുടെ കണ്ണൊക്കെ തിളങ്ങി. നിധിക്ക് മനസ്സിലായി ഇതൊരു ചതിയാന്ന്. പെട്ടെന്ന് അവിടെ നിന്ന് രാജീവ് കണ്ണും കൈയും ഒക്കെ കാണിക്കുകയാണ്. അരുണെ, എന്താണ് നീ ഇങ്ങനെ പറഞ്ഞെന്നുള്ള രീതിയിൽ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൾ ഇവിടെ നിൽക്കില്ല എന്നുള്ള കാര്യം രാജീവൻ അറിയാം. ഈ സമയം നികേഷ് പാവം ഗേറ്റിന് വിളിയിൽ നിൽക്കുക. കുറേ സമയമായി, അകത്ത് എന്താ നടക്കണേന്ന് അറിയത്തില്ല, കയറി ചെല്ലാനും പറ്റില്ലല്ലോ. അപ്പോഴേക്ക് സുധീഷ് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്തായിടാ കാര്യങ്ങൾ, അവൾ എന്തിയേ എന്നൊക്കെ ചോദിക്കുക. അതെ, എടത്തിയമ്മ അകത്തേക്ക് കയറിപ്പോയേക്കോ. അകത്തേക്ക് കയറിപ്പോയോ? അതെ, അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പോയേക്കോ. ഇതുവരെയായിട്ട് തിരിച്ചിറങ്ങിയിട്ടില്ല. നീ അപ്പം എവിടെയാ? എന്നോട് ഗേറ്റിന് വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഗേറ്റിന് വെളിയിൽ നിൽക്കുക. എടാ, പ്രശ്നമാണോ? ചേട്ടനൊന്നും വിഷമിക്കാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. അതെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം. ഇത്തിരി കഴിയുമ്പോഴത്തേനും എടത്തിയമ്മ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. പക്ഷെ സുധീഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയം സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് കൂട്ടാക്കിയില്ല അരുണ് മാത്രമല്ല രാജീവനും കൂട്ടാക്കിയില്ല. രാജീവ് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറയണം. നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ അനുസരിക്കണം. നിധി പറഞ്ഞു, പറ്റില്ല അച്ഛാ, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി എന്തേലും ജോലി ചെയ്ത് ജീവിച്ചോളാം. ഏതെങ്കിലും കമ്പനിയിൽ ഞാൻ കയറിക്കോളാം. എൻ്റെ ജീവിതം ഞാൻ സേഫ് ആയിക്കോളാം. അതിനകത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം ഉണ്ട്. എനിക്ക് അതൊക്കെ തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോൾ രാജീവിന് ദേഷ്യമായി. താൻ പറയുന്നൊന്നും ഇവിടെ അനുസരിക്കില്ല എന്ന് മനസ്സിലായി. പെട്ടെന്ന് രാജീവ് എന്ത് ചെയ്തു, അരുണിനോട് പറഞ്ഞു, എടാ അരുണേ, പോയി അവളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തുകൊണ്ട് വരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുൺ എന്ത് ചെയ്തു, സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ അവളുടെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന ഫയലൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരുവാണ്. അത് സമയം നിധി ഓർത്ത് തനിക്ക് സർട്ടിഫിക്കറ്റ് തരാനായിരിക്കും എന്ന് ഓർത്തു. അത് രാജീവ് അങ്ങോട്ട് കയ്യിലേക്ക് മേടിച്ചു. എന്നിട്ട് നിധിയോട് പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റ് നിനക്ക് വേണമെങ്കിൽ നീ ഈ വീട്ടിലിരിക്കണം, മനസ്സിലായോ? അല്ലാതെ നിനക്ക് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോകാനാ നിന്റെ വിചാരെങ്കിൽ അത് നടക്കില്ല. നിനക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നീ ഇവിടെ, സർട്ടിഫിക്കറ്റ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വേണം നിനക്ക് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്ക് വിഷമായി. നിധി പെട്ടെന്ന് രാജുവിൻ്റെ കാലിലേക്ക് വീണു. അച്ഛാ, അങ്ങനെ പറയരുത് അച്ഛാ, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണം. എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റില്ല. എൻ്റെ ജീവിതമാണിത്. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയണം. പക്ഷെ രാജീവ് അതും കൊണ്ട് മനസ്സലിഞ്ഞില്ല. അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ കരിയർ നോക്കണം. എൻ്റെ സ്വപ്നമാണ്. ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിച്ചല്ലേ, എനിക്ക് അത്ര ഇഷ്ടത്തോടു കൂടി ഞാൻ പഠിച്ചാണ്. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണോ അച്ഛാ, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. രാജീവ് സമ്മതിച്ചില്ല. അവസാനം ഹേമയുടെ അടുത്ത് ചെന്നു. ഹേമയുടെ കാലിൽ വീണ് അപേക്ഷിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. എല്ലാവരും മാറി മാറി പറയുന്നുണ്ട്. അരുണിൻ്റെ ഒക്കെ അടുത്തെന്ന് പറയുവാണ്, സർട്ടിഫിക്കറ്റ് തരാൻ പറയാട്ടാ, ഞാൻ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയിക്കൊള്ളാം. ഞാൻ നിങ്ങൾക്കൊരു ഭാരം ആവത്തില്ല, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല, എനിക്കൊന്ന് താഴേട്ടാന്നൊക്കെ കാലെ കൈ വീഴുന്ന പോലെ പറയുവാണ്. പക്ഷെ ആരും അത് മൈൻഡ് ചെയ്തില്ല. എല്ലാവർക്കും നല്ല കട്ട കലിപ്പായിരുന്നു. ഒടുവിൽ രാജീവൻ ആ സർട്ടിഫിക്കറ്റും എടുത്തു ഫയലിനകത്തുനിന്ന്. ഇതിന് വേണ്ടിയിട്ടല്ലേ നീ ഇവിടം വരെ വന്നേ? ഇതല്ലേ നിന്റെ പ്രധാന പ്രശ്നം? ഈ സർട്ടിഫിക്കറ്റ് അല്ലേ? ഈ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര അഹങ്കാരം? അതുകൊണ്ടല്ലേ നീ ജോലിക്ക് പോകണം, അതിന് പോകണം, ഇതിന് പോകണം എന്നൊക്കെ പറയണേ. അങ്ങനെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അതങ്ങ് നിലത്തേക്ക് ഇടുവാണ്. അപ്പോഴേക്കും നിധി, അച്ഛൻ ഇത് എന്ത് കാണിക്കാൻ പോകുന്നത്? എനിക്കെൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് എടുക്കാം ചെല്ലുമ്പോഴത്തേനും അരുണും ഹേമ കയ്യിൽ കയറി പിടിച്ചു. ആ സമയത്ത് ഒരു ലാമ്പ് എടുത്തിട്ട് രാജുവിനെ സർട്ടിഫിക്കറ്റിന് തീ കൊളുത്തുവാണ്. നിധി അലറി വിളിച്ച് കരഞ്ഞു, വേണ്ടച്ചാ, എൻ്റെ സർട്ടിഫിക്കറ്റ് കത്തിക്കലെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ആരും അത് കേട്ടില്ല. നിധിക്ക് കണ്ണിക്കൂടെ വെള്ളം ഒഴുകിയിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുവാണ്. കണ്ടത് വിശ്വസിക്കാൻ പോലും നിധിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നിധിയെ
അരുണും ഹേമ എല്ലാവരും കൂടെ പിടിച്ചോണം കൂടെ പോവാണ്. ആ സമയത്ത് നിധിക്ക് ഭ്രാന്ത് പോലെ ആയിപ്പോയി. നിധിയുടെ സമനില തെറ്റി. നിധി അവരുടെ എല്ലാം കൂടെ കൈ തട്ടി മാറ്റി പാഞ്ഞെങ്ങോട്ട് വരുവാണ്. അവരുടെ എല്ലാം പിടുത്തം വിടിപ്പിച്ചു. ഭ്രാന്തമായ അവസ്ഥയിൽ ഇങ്ങോട്ട് വന്നിട്ട് ആ കത്തിക്കടിഞ്ഞ സർട്ടിഫിക്കറ്റിലെ നോക്കി അതൊക്കെ വാരിയെടുക്കാൻ നോക്കി. കൈയൊക്കെ പൊള്ളി അങ്ങോട്ട്. നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് കുറച്ച് ഭാഗം കത്തി, കുറച്ച് ഭാഗം കത്താതെ കിടക്കുവാണ്. നിധി ആ കത്താത്ത സർട്ടിഫിക്കറ്റ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നെഞ്ചോട് പിടിച്ചു. ഇത്രയും കാലത്തെ തൻ്റെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എല്ലാം കൂടെയാണ് തകർന്നു പോയത്. നിധി രാജീവിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജീവിൻ്റെ അടുത്ത് ചെന്നിട്ട് രാജീവിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. കണ്ണിക്കൂടെ നിധിയുടെ അഗ്നിയാ വരുന്നതെന്ന് രാജീവിന് തോന്നി. അമ്മാതിരിയായിരുന്നു നിധിയുടെ കണ്ണുകളൊക്കെ. നിധിക്ക് ഒട്ടും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ലായിരുന്നു. ഇത്രയും നാൾ നിധി തൻ്റെ അച്ഛനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് നിധി രാജീവിൻ്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനാണെന്നാണ്. പക്ഷെ ഇപ്പം എനിക്ക് ആരുമല്ല നിങ്ങളെൻ്റെ അച്ഛനും അല്ല, ഒന്നുമല്ല. ഇതോടുകൂടി തീർന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു. രാജീവ് ഒരു ഞെട്ടലോടുകൂടി നിധിയെ നോക്കുകയാണ്. എനിക്കിനി അച്ഛനുമില്ല, അമ്മയില്ല, ആരുമില്ല. എനിക്ക് നിങ്ങൾ ആരും വേണ്ടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹേമ വെച്ചു, നീ എന്തൊക്കെയാടി പറയണേ? എന്താ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം. മിണ്ടരുത്, നിങ്ങൾ ആരും ഒരക്ഷരം പോലും മിണ്ടരുത്. ചാകുന്ന വരെ ഞാനിത് മറക്കില്ല. ഞാൻ ചത്താലും മറക്കില്ല. എൻ്റെ സ്വപ്നങ്ങളാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞേന്ന് പറഞ്ഞു. ആ സമയത്ത് ഹേമ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നീ എന്തൊക്കെയായി പറയണമെന്ന് ചോദിക്കണം. എന്താ ഞാൻ പറഞ്ഞ് ശരിയല്ലേ? നിങ്ങളൊരമ്മയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ഹേമയൊന്നും മിണ്ടിയില്ല. നിങ്ങൾക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമോ? നിങ്ങൾ വിളിച്ചു വരുത്തി നിങ്ങളും കൂടെ ചേർന്നിട്ടല്ലേ നാടകം കളിച്ചേ? ഇത് വേണ്ടിയിരുന്നില്ല. അമ്മയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ഒരിക്കലും എൻ്റെ കാൽച്ചുവട്ടിലേക്ക് വരും. സർട്ടിഫിക്കറ്റില്ലെങ്കിൽ ഞാൻ ജീവിക്കും. ഏതെങ്കിലും വലിയ കമ്പനിയിൽ ചെല്ലും. വലിയ കമ്പനിയിൽ ചെന്ന് അവിടെ ഞാൻ ജോലി ചെയ്യും. ജോലി ചെയ്ത് കണ്ടു നിങ്ങളെല്ലാം ഒരിക്കലും എന്നെ തേടി വരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് എല്ലാവരെയും. അപ്പോഴേക്കും ഹേമ പറഞ്ഞു, നീ ആരോടാടി സംസാരിക്കുന്നത്? എന്താ സംസാരിക്കുന്നത് അറിയാമെന്ന് ചോദിച്ചോണ്ട് ഹേമ അടിക്കാനായിട്ട് ഇങ്ങോട്ട് കൈ ഓങ്ങുവാണ്. പെട്ടെന്ന് നിധി ആ കയ്യേലേക്ക് കയറി പിടിച്ചു. കയ്യെ തടഞ്ഞു. തൊട്ടു പോകരുത് തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തല്ലാനുള്ള അവകാശമില്ലെന്ന് പറയണം. നിങ്ങൾക്ക് എന്തിൻ്റെ അർഹതയുടെ പേരില്ല നിങ്ങൾ എന്നെ തല്ലുന്നേ? ധൈര്യം ഉണ്ടോ ഒന്ന് തല്ലി നോക്ക്, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളെ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, കാണിച്ചു തരുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അരുൺ തടഞ്ഞു. നീ എങ്ങോട്ടാ പോന്നേ? നീ ഒരിടത്തേക്കും പോകുന്നില്ല, നീ ഇവിടെ തന്നെ നിൽക്കൂന്ന് പറയണം. ആ സമയത്ത് അരുണിനോട് നിധി പറഞ്ഞു, മര്യാദയ്ക്ക് എൻ്റെ വഴിയിൽ നിന്ന് മാറിക്കോ നീയാ, അല്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അമ്പരന്ന് പോയി അരുണ. എല്ലാവരും ഞെട്ടിപ്പോയി. അവരാരും അത്ര പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു നിധിക്ക്. അപ്പോഴേക്കും ഹേമ വന്നിട്ട് പറഞ്ഞു, എടി ഇത് നിന്റെ ഏട്ടനല്ലേടി, നിന്റെ സ്വന്തം സഹോദരനല്ലേ? സഹോദരൻ അന്ന് എനിക്കും തോന്നണ്ടേ? നിങ്ങളൊരു അമ്മയാണോ? നിങ്ങളൊരു പെറ്റമ്മയാണോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുൺ പറഞ്ഞു, എന്താടി നീ ഇങ്ങനെയൊക്കെ പറയണേ? നിന്നെ ഇത്രയും കാലം പഠിപ്പിച്ച് വളർത്തിയത് ആരാ? അച്ഛനല്ലേന്ന് ചോദിക്കുക. അച്ഛനാണ് പോലും. ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കണം. അച്ഛൻ പഠിപ്പിച്ചു, സമ്മതിച്ചു, പഠിച്ചത് ഞാനാ. പക്ഷെ ആ പഠിപ്പിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ആ കത്തിക്കരിഞ്ഞ് കിടക്കണേ. അമ്മയ്ക്ക് നാണമുണ്ടോ? ഒരു പെറ്റമ്മയാണ് എന്താ ചെയ്യണ്ടേ? ആ സർട്ടിഫിക്കറ്റ് കത്തിക്കണ സമയത്ത് തടയുവല്ലേ ചെയ്യണ്ടേ? എന്നെ പഠിപ്പിച്ചെന്നുള്ളത് ശരി തന്നെയാ, ഞാൻ പഠിച്ചു. അപ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? നീ നന്നായിട്ട് പഠിക്കണം, ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ജില്ലയിലും സ്റ്റേറ്റിലും എല്ലാം ഞാൻ ഫസ്റ്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങളെല്ലാം എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ റാങ്കും വാങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒടുവിൽ എന്താ പറഞ്ഞേ? എന്നോട് ജോലിക്ക് പോകണ്ട, ഇനി പഠിക്കണ്ടെന്നൊക്കെ. എൻ്റെ സ്വപ്നങ്ങളൊക്കെ എവിടെ പോയി? പെട്ടെന്ന് നിങ്ങളെന്നെ കെട്ടിച്ചു വിടാൻ നോക്കി. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന്. ആ സർട്ടിഫിക്കറ്റ് കത്തിക്കുന്ന സമയത്ത് എൻ്റെ സ്വപ്നങ്ങളാണ് നിങ്ങൾ കത്തിച്ച്. ഇത്രയും കാലം ഞാൻ പഠിച്ചെല്ലാം വെറുതെ ആയിപ്പോയി, കഷ്ടപ്പെട്ട് പഠിച്ചെല്ലാം വെറുതെ ആയി പോയില്ലേ? നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങൾക്ക് തടയായിരുന്നു ആ സർട്ടിഫിക്കറ്റ് കത്തിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ. നീ ഇവിടുന്ന് പോകുന്ന കരുതണ്ട. ഇത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യമായി. നിധി അരുണിനെ അങ്ങോട്ട് തട്ടി മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോകും, ഞാനിവിടുന്ന് പോകും. ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരും, നിങ്ങൾ എന്നെ തേടി എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് നിധി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഗേറ്റിന് വെളിയിൽ ഈ സമയത്ത് നികേഷ് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിധി ഗേറ്റിന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുൺ പെട്ടെന്ന് വന്നിട്ട് നികേഷിനെ തല്ലാൻ തുടങ്ങുവാണ്. നീ അവളുടെ കൂടെ വന്നല്ലേ, നീ ആരടെന്നൊക്കെ ചോദിച്ചോണ്ട് നിധി ഇടയ്ക്കിലേക്ക് കയറി. തല്ലിപ്പോകരുത്, തൊട്ടു പോകരുത് എൻ്റെ അനുജനവന്. ഓഹോ, അപ്പം ഞങ്ങളെക്കാളും പ്രധാനം നിനക്ക് ഇവളല്ലേന്ന് നിനക്ക് ഇവനല്ലേന്ന് ചോദിക്കണം. അതെ, നിങ്ങളെക്കാളും 100 ഭേദം ഇവൻ തന്നെയാ. അപ്പം നിനക്ക് ഞങ്ങളെ ആരെയും വേണ്ട, ഇവൻ്റെ വീട്ടുകാരെ മതി. അതെ മതി.
അവരെ എനിക്ക് മതി, നിങ്ങളെ ആരും എനിക്ക് വേണ്ടാന്ന് പറയണം. പിന്നീട് നികേഷിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു വാടാന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യിലും പിടിച്ചിട്ട് മാസമായിട്ടൊരു ഒറ്റ പോക്കായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കർണത്തടിയേറ്റ പോലെ ബാക്കി എല്ലാവരും കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ആ നിധിയുടെ മാസ് പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണണം. അതാ നല്ല അടിപൊളിയാണ്. ഇത്രയും കാലത്തെ പോലെയൊന്നും അല്ല നിധിയുടെ പെർഫോമൻസ്. നിധി അവരെ എല്ലാവരും എടുത്തിട്ട് നല്ല സംഹാര താണ്ഡവം ആടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.